എങ്ങനെയുണ്ടോ സുഖതാ? എരിവ് കുറച്ച് കൂടുതലാ. എരിവോ? ഈ മുളക് പൊടി കുറച്ചാൽ മതി, കുരുമുളകാവാ, അത് കുഴപ്പമില്ല. സത്യേട്ടാ, എനിക്ക് ഒരു കാര്യം ചോദിക്കാം. എന്റെ കൊറേ ആയി വിചാരിക്കുന്നു. സത്യേട്ടന് ലൈസൻസ് ഇല്ലാത്ത തോക്കുണ്ടല്ലോ. നാരായണനോട് ഞാൻ പറഞ്ഞപ്പം പറയുന്നത് വെറും പെടായിന്ന്, തോക്കുമില്ല, ഒരു കുന്തുമില്ല. ആ നാരായണന് വിവരല്ലേട്ടാ. സത്യം പറഞ്ഞാൽ സത്യന്റെ തോക്കല്ല, സത്യന്റെ അച്ഛന്റെ തോക്കാ. അച്ഛൻ്റെ അല്ല, മുത്തച്ഛൻ്റെ നോക്കാ. ആ രാഘവമാമയുടെ തോക്കാതില്ലേ? നീ സത്യന്റെ മുത്തച്ഛനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ട. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് രാഘവമാമ എന്നാ വിളിക്ക. ആളുണ്ടല്ലോ ദാ സത്യൻ തന്നെ, ഇതേ രൂപം, ഇതന്നെ സൈസ്. ഓ, മരിക്കണ സമയത്തും കുറ്റില്ലേ? അതെ, ആ മരിക്കണ കഥല്ലേ, അതൊന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാം. മരിച്ചതൊക്കെ ഒരു സംഭവാ. കൊന്നതാ? കൊന്നതല്ലടാ, മരിച്ച സംഭവമാണ്. 105-ാമത്തെ വയസ്സിലാ ഞാൻ മരിക്കണേ. 105-ലാ? 105-ാമത്തെ വയസ്സിലാ മരിക്കണത്. വലുതായി. 105-ാമത്തെ വയസ്സിലും ആളിതാ ഇരുമ്പാ. സത്യം. എന്താ തിന്നണേ? കാട്ടുപോത്ത്, മ്ലാവ്, മാന്, ഈ വക ജന്തുക്കളെയാണ് തിന്നണത്. അപ്പൊ ചോറ് സാമ്പാറൊന്നും ഈ കണ്ണി കണ്ട മണകൂടാച്ചന്മാര് തിന്നണല്ലടാ. ഞാൻ 105-ാമത്തെ വയസ്സിലും സൂര്യ നമസ്കാരം പതിവുണ്ടേ. അങ്ങനെ അന്ന് രാവിലെ ഈ സൂര്യ നമസ്കാരം കഴിഞ്ഞിട്ട് ലേശം ഭക്ഷണം പൊതുവെ കുറച്ചേ കഴിക്കുള്ളൂ. മതിയെന്ന്, ദേശം മതി, തല്ലിക്കൊന്ന സാധനല്ലേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യ എന്നിട്ടൊരു വിളി. എന്തേ മുത്തച്ഛാ? വിളി കേൾക്കുമല്ലോ, പാവം. അടുത്ത് അതിന് ചോദിച്ചപ്പോ, എടാ ഒരു ലേശം മറ്റത് കിട്ടുവോ? ഞാൻ പറഞ്ഞു, സാധനം നമ്മുടെ വീട്ടിലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഞാന് ഇതേപോലെ ക്ലാസ് എടുത്തിട്ട് ഒരു അര ക്ലാസ് എടുത്താ ഇങ്ങനെ ഒഴിച്ചു, പിന്നെ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കുട്ടി നേരെ മുത്തച്ഛനോട് കൊണ്ടുപോയി. ഇതാ മുത്തച്ഛ എന്നും പറഞ്ഞിട്ട് മുത്തച്ഛൻ അത് നേരെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഒറ്റ കുടി. ക്ലാസ് എൻ്റെ നേരെ നീട്ടി, എന്നാ പിടി പറഞ്ഞിട്ട് ഞാൻ ആ ക്ലാസ് വാങ്ങി ഒരു ഭാഗത്ത് വെച്ചിട്ട് മുത്തച്ഛനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ഇതാ ആള് കടന്നു കഴിഞ്ഞു. ഫിറ്റായിട്ടല്ലടാ, മേപ്പെട്ട് വലിച്ച ശ്വാസം തിരിച്ചു പോയില്ല. ആൾ അതോടെ മരിച്ചു. സുഖമരണം. അതെ, സ്വർഗത്തില് മുത്തശ്ശൻ ഇപ്പൊ ഫിറ്റായി നടക്കുന്നുണ്ടാവും. കഴിച്ചിട്ടാന്നല്ല മരിച്ചു പോയത്. ഒന്നുമില്ല, ഞാൻ ഈ ബായം കൊലയും വല്ലാണ്ട് ചെരിഞ്ഞപ്പോഴേ അതിലൊരു കുത്ത് നല്ല കുന്നമ്പയാ. എന്താ വിശേഷം? അല്ല ഒന്നുമില്ല. അതെ, അല്ല നമ്മളിപ്പോ അയൽപക്കക്കാരാണ്. നമ്മൾ നിൽക്കേണ്ട കാലമായിട്ട് ഇവിടെ താമസിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യാതൊരു ശല്യവും ഇല്ല. പറഞ്ഞു വരികയാണ് ഞാൻ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇപ്പൊ നമ്മുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മിണ്ടാണ്ട് അപ്പൊ അതന്നെ പറഞ്ഞു വരുന്നേ. കോഴി ഇനി പോവാൻ പറ്റില്ല. ആരെ പോയി? എവിടേക്ക് പോയി? എന്റെ 5 കോഴിയാ പോയത്. ആരെ കൊണ്ടുപോയി? നമ്മുടെ അയൽപക്കം ശരിയല്ല. പിന്നെ എന്തുട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് ആര്? ആ വൃത്തിയിട്ടവനല്ലാതാരാ? സത്യശീലനാ? ആ, ഓൻ കൊണ്ടോണ്ടോ? ഓൻ കൊണ്ടോണ്ടോ? ഇത് കണ്ടോ? എന്തിനാ കാണണേ? കണ്ടോന്ന് ചോദിച്ച നമ്മുടെ വീട്ടിലെ കോഴി അങ്ങോട്ട് നഷ്ടപ്പെടുന്ന ദിവസം തന്നെ അവിടുന്ന് കോഴിക്കറിയുടെ മണം വന്നാൽ നമുക്ക് പോലീസിലൊന്നും അറിയിച്ചൂടെ? അവർക്ക് തെളിവില്ല എന്നാ പറഞ്ഞേ. ഓ, അത് ശരി. നിങ്ങളുടെ കോഴീനെ അവര് കൊണ്ടുപോയി അവര് കറി വെച്ചു. ആ കോഴിക്കറി തന്നെയാണോ ഇയാൾ കഴിക്കണം എന്നുള്ളതിന് എന്തുട്ടാ തെളിവെന്നാ ചോദിച്ചാൽ എന്താ അതിനൊക്കെ ഇതിപ്പോ എനിക്കും ഭയങ്കര ഇടങ്ങറുണ്ട് ഇവനെ കൊണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ കള്ള് കുടിച്ച് തെറിപ്പാട്ട് പാടുകയാണ്. ഈ നിലപാടും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രതികരിക്കേണ്ട വേണ്ട എന്നുള്ളതാണ്. എന്താ തന്റെ ഭൂരിപക്ഷം? അല്ല, ആ കാര്യത്തിൽ തന്റെ ഭൂരിപക്ഷം എന്താ?
ഇതിപ്പോ എന്താ വെച്ചാൽ ഞങ്ങള് പോയി സംസാരിക്കാൻ അറിയാൻ പാടില്ലാട്ടല്ല. പക്ഷെ ചേട്ടന് ദേഷ്യം വന്നാൽ പിടിച്ചാ കിട്ടില്ല. അല്ലോ ഞാൻ പറഞ്ഞത് വേറൊന്നല്ല, നിങ്ങൾക്ക് വെറുതെ കൂടെ നിൽക്കുക. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ അവിടെ എന്താ പറയണെന്നുള്ളതല്ല, നമ്മൾ അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവരെ എന്റെ നിയന്ത്രണം വിട്ടുപോയാൽ ഒരു സപ്പോർട്ടിങ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, സംഭവം പറഞ്ഞു, അവർക്കൊന്നും ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു, തെളിവ് വേണമെന്ന് പറഞ്ഞു. ഇനി എന്റെ ഒരു കോഴി പോകാൻ പറ്റില്ല. ആട്ടപ്പെട മാണ്ട വേണ്ടത് ഇവിടെ നിന്ന് പ്രസംഗിക്കണ എന്തിനാ അവിടെ പോവാന്ന്? പോവാ. ഏയ്, അത് വേണ്ട, അത് വേണ്ട. അതൊന്നും വേണ്ട. ഞാൻ അത് കിളക്കാനെടുത്തത് ഇവിടെ ഇങ്ങോട്ട് വെക്കാൻ വേണ്ടിട്ട് കയ്യുണ്ടല്ലോ, എന്തിനതൊക്കെ മതി. അല്ല നമുക്ക് നിലക്കി നിർത്തണം, അത്രേ ഉള്ളൂ. ഉപദ്രവിക്കൊന്നും വേണ്ട. നമ്മൾ രണ്ട് വാക്ക് പറഞ്ഞ് കേട്ടിൽ കിടക്കുക. മിസ്റ്റർ സത്യശീലൻ, സത്യടാ എന്താണ് എന്താ ഇവിടെ പരിപാടി? ഇവിടെ എന്താ പരിപാടി നിനക്ക് കാണാനല്ലേ? കള്ളു കുടിക്കണ ഇറച്ചി തിന്നണു. അതെ, ഈ ഒരു നിലപാട് നമുക്ക് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിലപാട് അല്ല, ഏ? നമുക്ക് പോയാലോ? സമയം ശരിയല്ല എന്നുള്ളത്. ശരിയല്ല. എന്താണ് പ്രശ്നം നിന്റെ? എടാ സതീശില, എന്താ പറയണേ? താ കള്ളു കുടിച്ച എന്താ ചാൻസോ? എന്റെ 5 കോഴിയാ പോയത്. കോഴി പോയോ? എവിടെ? 5 എണ്ണം പോയി, 5 കോഴി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വിടാനിട്ടുണ്ടോ? താ കൂടുതൽ നാടകം എന്റെ അടുത്ത് കളിക്കല്ലേ? എന്റെ കോഴികളെ കട്ടോണ്ട് വന്ന് വച്ച് തിന്നലല്ലേടോ തന്റെ പണി. സംസാരിക്കല്ലോ. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ഞാൻ എന്റെ വളപ്പിലിരുന്നിട്ട് കള്ളു കുടിക്കും, ഞാൻ ഇറച്ചി തിന്നും, ഒക്കെ ചെയ്യും. പക്ഷെ വേറൊരുത്തന്നെ മുതൽ കട്ടു എന്ന് പറയരുത്. അതിലൊരു സത്യാവസ്ഥ ഉണ്ട്. ഓരോ ദിവസവും മണ്ടുവിന്റെ വീട്ടിൽ നിന്ന് ഓരോ കോഴി കാണാണ്ടാവുക. അന്ന് അന്റെ പേരെന്ന് കോഴിക്കറിന്റെ മണമുണ്ട്. ഏടാ മൊയ്തോ, നിങ്ങളുടെ വീട്ടില് കോഴിണ്ട് വിചാരിച്ചിട്ടില്ല, എനിക്ക് കോഴി ഇറച്ചി വെക്കണ്ടോ? തനിക്ക് കോഴി ഇറച്ചി വെക്കണമെങ്കിലേ പൈസ കൊടുത്ത് മേടിക്കണോ, അല്ലാതെ എന്റെ കട്ടോണ്ട് വന്ന് തിന്നല്ല വേണ്ടത്. ഇത് നിങ്ങളുടെ ഇറച്ചിയല്ല, ഇത് നിങ്ങളുടെ ഇറച്ചിയല്ല, ഇത് വേറെ ഇറച്ചിയാണ്. ഇയാളോട് ചോദിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു ചുക്കും പറയണ്ട. നീ ഇരിക്കണ എന്റെ കോഴിയാണെന്ന്. കോഴിയല്ല ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നോക്കൂ, നമ്മളൊരു അയൽപക്ക ബന്ധം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു തർക്കത്തിന് വന്നതല്ല. ഞാൻ പറയുന്നത്, നമ്മൾ അയൽപക്കത്തുള്ള വളരെ സ്നേഹത്തോടെ കഴിയുന്ന ആളുകളുടെ വീട്ടിൽ നിന്ന് മിണ്ടാപ്രാണികളായിട്ടുള്ള ജീവജാലങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ദാരുണമായി കൊലപ്പെടുത്തി ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ മദ്യം കഴിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു അഭിപ്രായം, അതിന്റെ ഒരു ഭൂരിപക്ഷം മാത്രമാണ് ഞങ്ങൾ ചോദിക്കാൻ വന്നത്. നിങ്ങൾ ഉപദേശിക്കാനാണ് ഇങ്ങോട്ട് വന്നേ. അതെ, എന്താ ഈ തോലം പറയണത്? തോന്നൊക്കെ പറഞ്ഞു നമുക്ക് പോവാം. സത്യം എന്താ കാര്യം എന്നറിയാം സത്യ, ഈ കള്ളുടി ശരിയില്ല. ഈ ചെങ്ങായിമാരെയും വിളിച്ചുകൊണ്ടെന്ന് ഇവിടെ കള്ളു കുടിച്ച് കൂത്താടി പാട്ടും പാടാൻ ഇവിടെ അടുത്തുള്ള ആൾക്കാർ. എന്റെ കോഴിക്കൊരു പരിഹാരം ഉണ്ടാവണം. ഇത് നിങ്ങളുടെ കോഴി അല്ലാതെ പറഞ്ഞില്ല. ആണ്. അല്ലാതെ ഇത് കോഴി ഇറച്ചിയാണ്. അതെ, ശീതളൻ ഇറച്ചി കഴിക്കുന്ന ആളല്ലേ? കഴിക്കും. ഇറച്ചി തിന്നു കഴിഞ്ഞാൽ അത് കോഴി ഇറച്ചിയാണോ അല്ലോ എന്ന് തിരിച്ചറിയാലോ. അതൊക്കെ അറിയും. എന്നാ ഒരു കഷ്ണം തിന്നിട്ട് ഇത് കോഴി ഇറച്ചിയാണോ അല്ലേ എന്ന് പറ. എനിക്ക് വേണ്ട. ഇത് എനിക്ക് വേണ്ട. അല്ല, എനിക്ക് വേണ്ട. എന്താണ്? അല്ല, അതാവശ്യമില്ല. ആവശ്യമുണ്ട്. ഇതിപ്പോ എത്രയും വർത്താനം ഉണ്ടായല്ലോ. ആ സ്ഥിതിക്ക് ഇനി ഈ ഇറച്ചി തിന്നിട്ട് അത് നിങ്ങളുടെ കോഴിയാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയണം. അത് അറിഞ്ഞാലേ നിങ്ങൾ ഈ വളപ്പിന്ന് പുറത്തേക്കാണ്ട് പോകും. കഴിച്ചോട്ടെ, അല്ലെങ്കിൽ പോവാൻ പറ്റില്ല. കഴുകി ആരായാലും വേണ്ടില്ല, ആരെങ്കിലും ഒരാൾ ഇത് കഴിച്ചിട്ട് കോഴിയാണോ അല്ലേന്ന് പറ. മൊയ്തോ, എന്റെ പേരയിലെ കോഴി അല്ലല്ലോ, ഓരോ പേരയിലെ കോഴിയല്ലേ. ഇതെടുത്ത് കഴിക്കണം ഒരു കഷ്ണം. ഈ കോഴിയും ബീഫ് ഇതൊക്കെ തിന്നണല്ലേ, ബീഫൊക്കെ കഴിച്ചോ. പറഞ്ഞിട്ട് വാ, അവിടെ ഇരിക്കണോ? അതൊന്നൊരു കഷ്ണം കഴിക്കും. അത് എന്തറച്ചിയാ എനിക്കൊന്ന് പറ. എന്തറച്ചിയാ? കോഴിയല്ല. കോഴിയല്ലല്ലോ. ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക, മറ്റേ സാധനം ഒഴിച്ചു. കോഴിയല്ല. കോഴിയല്ലല്ലോ, ഒരു കഷ്ണം കൂടി എടുക്ക്. പറ, എന്തറച്ചിയത്? കോഴിയല്ല, ഇത് ബീഫാ. ബീഫല്ലേ? എന്നാ പിന്നെ പോർക്കാവും. പോർക്കും അല്ല. അതെ, ഇത് കരിമ്പൂച്ചയുടെ ഇറച്ചിയാ. വെട്ടാ മുറി കൂടണ കരിമ്പൂച്ചയുടെ ഇറച്ചി. സത്യമായിട്ട് ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ
ഒരു കരിമ്പൂച്ച മുറിയത്ത് ചാടി ആയ പിടിച്ച് സൈസാക്കി ഇറച്ചിയാക്കി നമ്മ അങ്ങോട്ട് കഴിച്ചു. എന്നാ, പോയി കഴിക്ക്. ഏയ്, കരിമ്പൂച്ച. അതെ, പെരുമ്പാമ്പ്. നമ്മളെ പെരയില് പറമ്പിലൊരു പെരുമ്പാമ്പ്. പെരുമ്പാമ്പാ? ഒരു ആട്ടുകുട്ടീന്റെ പൗതി മിണിങ്ങിക്കണം. അയ്യോ ആരെ? നമ്മളാട്ടുകുട്ടീനാണ്. അന്റെ കോയിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അത് സത്യശീലനല്ല, പെരുമ്പാമ്പാണ്. ആ ഇവിടെ പരിസര പ്രദേശത്ത് ഒരുപാട് സാധനത്തിന് തിന്നിക്കണം പോലെ അത്. നിങ്ങൾ വരി, നമുക്ക് അനുഭവിക്കണം. ഞാൻ വന്നിട്ട് എന്താ കാര്യം? ആരെങ്കിലും വേണം, ആരും ഇല്ല അവിടെ ആണുങ്ങള്. ഫയർഫോഴ്സിലല്ലേ ഇറങ്ങി? ഫയർഫോഴ്സ് എന്നല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരി. അങ്ങോട്ട് ചെല്ല്, എന്റെ കോഴീനെ വിഴുങ്ങിയത് അതിനെ കൊന്നിട്ടാണ്. അല്ലാതെ ഇല്ല, ആണുങ്ങളാണ് ഇതിനൊക്കെ മരം. നോക്കി ഇങ്ങോട്ട് കണ്ടോ? അയ്യോ വലിയ സാധനമാണ് ഇത് നമുക്ക് പാമ്പിന്റെ നിലപാടെന്താണെന്ന് അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നോക്കി നിങ്ങൾ വേണ്ടാത്ത വർത്താനം പറയാണ്ട് എന്തെങ്കിലും അല്ല, എന്നോട് പറഞ്ഞത് വളരെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവം. അത് ചില്ലറ പാമ്പല്ല. ശരിട്ടാ, നമുക്ക് വനം വകുപ്പിന് വിളിച്ചാലോ? വനം വകുപ്പിനൊന്നും ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, അതിപ്പോ വിഴുങ്ങി തീരും. അതെ, സംഗതി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനിപ്പോ ഏറ്റവും ബെറ്റർ നമ്മുടെ സത്യനാ. സത്യശീലിനെ വിളിച്ചോ, അവൻ സകല സാധനത്തിനും പിടിക്കലോ. പാമ്പ് ചേമ്പ് എന്തോ അവന് പ്രശ്നമല്ല. സത്യനെ വിളിക്കാം. അത് വിഴുങ്ങി നോക്കുക. കഴിഞ്ഞ് സത്യനെ വിളിക്കാന്നല്ലേ. പക്ഷെ എന്നാലും പാമ്പിന്റെ ഒരു നിലപാട് എന്താന്നറിയാൻ. അതെ, ഓർക്കെന്നെ പറ്റുള്ളൂ, നമുക്കൊന്നും പറ്റൂല. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. എന്താ കാണിച്ചോ? നിങ്ങളെന്ത് കാട്ടായി? നിങ്ങളിതേ നമ്മുടെ അടുത്തുള്ള ഫോറസ്റ്റിലെ കൊണ്ടേ ഏൽപ്പിക്കുക, അത് വണ്ടി വിളിച്ചു. അയ്യോ ഞങ്ങൾക്കത് പറ്റില്ലേ. ഞങ്ങൾക്ക് അത് വളരെ ഭയചകിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്താൽ ഒരു 1000 റുപ്യ ഞങ്ങൾ കൊണ്ടുവിടാം. അതെന്താ വെച്ചാ കൊടുക്ക്. 1000 റുപ്യക്ക് എങ്ങനെ അത് കൊണ്ടുപോവാ? അതിപ്പോ നമ്മള് അതെ, എന്താ മൈതോ, ഇതിപ്പോ നമ്മളിപ്പോ ഇവിടുത്തെ കാട്ടിലേക്ക് ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഇത്ര വലിയൊരു സാധനം ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ സമ്മതിക്കില്ല. അപ്പൊ പരിചയമുള്ള ഒരു ജീപ്പ് വിളിച്ചിട്ട് അവര് പറയണ കാശ് തന്നെ കൊടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഒരു 2500 റുപ്യ തരെങ്കിൽ ഞങ്ങൾ കൊണ്ടുവിടാം, അല്ലെങ്കിൽ സാധനം ഇതായിരിക്കണം. അല്ലോ 2500 കുറച്ച് കൂടുതൽ. എന്നാ വേണ്ട, ഒരു കാര്യം ചെയ്ത് കൊണ്ടോക്കോ. അയ്യോ സത്യേട്ടാ നോക്ക്, ഞങ്ങക്ക് വളരെ ഭയചകിതമായിട്ടുള്ള അവസ്ഥ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അല്ല, ഇനിയിപ്പോ അത് കൂടുതലായി തോന്നുന്നുണ്ടെന്ന് കൊണ്ടേക്കോ, ഒരു കുഴപ്പമില്ല. എന്തിന് ഞങ്ങക്ക് എന്താ കൊടുക്കാം. നിങ്ങളൊരു നിഷ്പക്ഷാവസ്ഥയിൽ പറഞ്ഞ സംഗതി ഒഴിവാക്കി. ഒരു 500 റുപ്യ കൊടുക്കും. എന്തിനാ സത്യേട്ടാ? അല്ല, ഒരു ഉപകാരം ചെയ്യുമ്പോ ഇതിപ്പോ നമ്മൾ അവിടെ കൊണ്ടുവിടുന്ന പൈസ അല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അല്ല ചോദിച്ചു എന്ന് മാത്രം. ആത്മസുഖത്തിനായിട്ട് ഒരു ആന്തരികമായിട്ട് പരിപാടി വേണ്ട, വേറൊരു പ്രശ്നം ഉണ്ട്. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാനിപ്പോ പിടിക്കുന്ന സമയത്ത് ഞാൻ നോക്കി, അപ്പൊ നോക്കുമ്പോ അത് ആണാണ്. അയ്യോ, അതും കേട്ടോ അതിന്റെ ഇടയില്. അതിനല്ലേ ഇതിന്റെ എണ ഈ വഴിക്ക് എവിടെയെങ്കിലും കാണും. എണയുണ്ടാവും, കുട്ടികളും ഉണ്ടാവും. നിങ്ങൾ എന്ത് വെച്ചിട്ട് ഈ 2500 പേശി സാധനം കൊണ്ടോട്ടെന്ന് വിചാരിക്കണ്ടേ? അതിന്റെ നിലപാട് എന്താണെന്നറിയാം നമുക്ക് കുറച്ച് കഴിയുമ്പോ. നന്നായിണ്ട് എന്റെ അന്തരീക്ഷം. സുമേഷ് ചേട്ടാ, അതെ, ഒരു മലമ്പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതിനെ നെയ്യെടുത്തോണ്ടിരിക്കണേ. മലമ്പാമ്പിനെ കിട്ടിയിട്ടുണ്ട് വെച്ചാ പിന്നെ നെയ്യിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ നിങ്ങള്. നെയ്യ് ഞാനവിടെ കൊടുത്തയക്കാം കേട്ടാ. ഇല്ലല്ല, ഇറച്ചിവിടെ വേണം. മറ്റാ പോങ്ങന്മാരെ തൃപ്തിപ്പെടുത്തണേ. ഇല്ല, കുഴപ്പമാവും.
എന്ത് ടേസ്റ്റ് അല്ലേ? എടാ മലമ്പാമ്പിന്റെ ഇറച്ചി തിന്ന കാരിരുമ്പിന്റെ ശക്തിയാണ്. നമ്മൾ കൊല്ലത്തിലൊരിക്കൽ മലമ്പാമ്പിന്റെ ഇറച്ചി തിന്നേ പറ്റൂ. കാരണം അതാണ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശരീരം ഇങ്ങനെ കാണണം. കണ്ടാ ഇപ്പൊ ഒരു കയ്യിലൊരു മുറിയായി കഴിഞ്ഞാൽ ഈ മലമ്പാമ്പിന്റെ നെയ്യ് എടുത്തിട്ട് ഒന്നിങ്ങനെ കാണിക്കുക. എന്നിട്ട് ആ മുറി ഇങ്ങനെ തടവുക. ഒരു 3 പിടുത്തം ഇത് അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ആ മുറി ഉണ്ടോ ഇല്ല നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ഇറച്ചി പോലെ തന്നെയാണ് നെയ്യും. ആ സത്യ ആ ഈ മലമ്പാമ്പിന്റെ നെയ്യ് എവിടെ? നിന്റെ നെയ്യ് എവിടെ? ഇതിന് നെയ്യില്ലല്ലോ. ഇതിന് നെയ്യില്ല. അതെന്തേ? ഇത് അതിന് ഇതായിട്ടില്ല, പ്രായമായിട്ടില്ല. 65 കിലോ തൂക്കമുള്ള മലമ്പാമ്പിന് പ്രായമായിട്ടില്ല. എടാ തൂക്കണ്ട്, പക്ഷെ അതിനുള്ള മൂപ്പാവണ്ടേ. മൂപ്പായാലേ നെയ്യുണ്ടാവുള്ളൂ. അപ്പൊ അതിന് നെയ്യില്ല. നെയ്യില്ല. നന്നാ അത് പോട്ടെ. അത് കഴിക്ക്. അല്ല അത് കഴിക്കാവാ. അത് കഴിച്ചോക്ക്. ഈ നേരത്തെ ഒരുത്തന്നെ ഫോൺ ചെയ്തിരുന്നല്ലോ, അതായിരിക്കാം ഫോൺ ചെയ്തു. അത് പണിയുടെ കാര്യമാന്ന് പറഞ്ഞേ. അത് പണിയുടെ കാര്യമാണെന്ന് പറഞ്ഞില്ലേ? അതനിപ്പോ എന്ത് പണിയുടെ കാര്യം എന്തോ ആയിക്കോട്ടെ. അയാളോട് നീ എന്തോ കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. ഇത് കഴിച്ചാ വെറുതെ വർത്താനം പറയാ. അല്ല സത്യ കാര്യം പറയുമ്പോ പറയണം. നീ ആ കാശിന്റെ കാര്യം പറഞ്ഞില്ലേ അയാളോട്? അത് എത്രയാണെങ്കിലും ശരി, അതിന്റെ പകുതി പൈസ എനിക്ക് കിട്ടണം. ഏതിന്റെ പകുതി പൈസ? നീ എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ സത്യ. ഇതിന്റെ നെയ്യാണ് നീ കച്ചവടം ചെയ്തതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ എന്നെ അങ്ങോട്ട് പൊട്ടനാക്കാൻ നോക്കുക. അതെ, ഇത് വെറുതെ എവിടെ ഇരുന്നിട്ട് ഇനി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് പ്രശ്നമാക്കരുത്. ഞാനും നിന്റെ കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ പിടിച്ച് ചാക്കിലാക്കി കൊണ്ടുവന്നത്. പക്ഷെ ഇതിന്റെ നെയ്യ് വെക്കുമ്പോ അതിന്റെ പകുതി പൈസ അപ്പൊ ഈക്ക് തരണ്ടേ? സുഗത, ഇതിന് നെയ്യില്ല എന്നുള്ളത് ഞാൻ നിന്നോട് നീ എന്ത് പൊട്ടത്തരാടാ പറയണത്? നീ ഞാൻ ഒന്നൊന്നല്ലോ, ഒരുപാട് മലമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ടല്ലോ. നീ വലിയ ചിലക്കണ വേണമെങ്കിൽ തിന്നിട്ട് പോന്റെ സുഗത. എന്ത് വേണമെങ്കിൽ എന്റെ ഓസിക്ക് തിന്നാൻ വന്നാലടാ ഞാൻ. എന്ത് എനിക്കും കൂടി അവകാശം ഇത് കച്ചറകളാലേ ഒരു ഹേമദണ്ഡല്ലാത്തൊരു വ്യവസ്ഥയാണ് ഇയാൾ. ഉണ്ടോ അയാളുടെ ആ മൊത്തത്തിൽ ആ നിപ്പിൽ തന്നെ ഒരു അസ്ഥിവാരം ഉണ്ടോ നോക്കൂ. ഉണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ഈ മലമ്പാമ്പിന്റെ നെയ്യായാലും ഇറച്ചായാലും അതിന്റെ പകുതി എനിക്ക് വേണം. എന്റെ സുഖേട്ട, നിങ്ങൾ വെറുതെ ചൂടാവില്ല. ഇല്ല പട്ടീനും പൂച്ചേനും പാമ്പിനൊക്കെ തറച്ച് മുറിച്ച് തിന്നാൻ തരുന്നില്ല ഈ പൊന്നു പോലത്തെ സത്യേട്ടൻ. അത് നിനക്ക് നന്ദി ഉണ്ടാവൂടാ. നീ ഓസിക്ക് തിന്നാൻ പറഞ്ഞ ഞാൻ അതുപോലല്ല. ആളുകൾ അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നാട്ടുകാർ ഹലോ ഉണ്ണി എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അത് നെയ്യില്ലാത്ത ഒരു മലമ്പാമ്പുണ്ടായി, അതിന് കറി വെച്ച് നമ്മൾ തിന്നുപോയി. അത് സ്വയം ഒഴിവാക്കും. നെയ്യില്ലല്ലോ. അല്ലാത്ത അവരാ പാമ്പിനെ കറി വെച്ചോ? നിങ്ങൾ വേഗം പോലീസിനെ വിളിച്ചേ. ഹലോ സാറ് പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, ഇവിടെ ഒരു ദാരുണമായി ഒരു മലമ്പാമ്പിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അവര് നിഷ്ഠൂരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കറി വെച്ച് കഴിക്കുകയാണ് സാർ. തല്ലാണെന്ന് പറ. തല്ലാണ് ഇവിടെ. കൊല്ലുന്ന് വേഗം വരാൻ പറ. വേഗം വരുമോ?